വീഡിയോ തുടങ്ങുന്നത് വളരെ സ്ലോ ആയി നല്ലൊരു കൂൾ മ്യൂസിക്കിൽ ലാലേട്ടൻ ബുള്ളറ്റ് ഓടിച്ച് ഒരു നിഴൽ പോലെ മുന്നോട്ട് കയറി വരികയാണ്. എമ്പുരാനിൽ തീ പാറുന്ന കുതിര ഓർമ്മയുണ്ടോ? ആ ഒരു ഫീലിൽ ലാലേട്ടൻ്റെ സൈഡ് വ്യൂ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു TV കാണിച്ചുകൊണ്ട് അതിലിങ്ങനൊരു സ്പാർക്ക് വന്നിട്ട് ബുള്ളറ്റിൻ്റെ ഹെഡ്ലൈറ്റ് അങ്ങോട്ട് ആഞ്ഞ് കത്തി അതങ്ങ് മങ്ങുമ്പോൾ അന്തരീക്ഷം മാറിയ പോലെ പാട്ടിൻ്റെ ഈണവും താളവും മാറി. വാവ്! ലാലേട്ടൻ കാലെടുത്ത് വെച്ച് മക്കളെ, അതും ആ ലെതർ ചെരുപ്പ് തന്നെ ഒരു ലുക്കാണ്. ഷൂ ഒക്കെ ഇട്ട് തിളങ്ങി വരുന്ന ലാലേട്ടനേക്കാൾ സീരിയസ്ലി ഇത് തന്നെയാണ് ലുക്ക്. ഇനി ആ നമ്പർ പ്ലേറ്റിലേക്ക് ഒന്ന് തുറിച്ചു നോക്കിക്കേ. BB ബിഗ് ബോസ്, യെസ് 7 സീസൺ 7. പക്ഷേ ആദ്യം 57 എന്ന് വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് 5 എന്താണ് എന്നിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ആദ്യ ക്രിയേറ്റീവാണ് നമ്മളിവിടെ കണ്ടത്. ലാലേട്ടന് മാത്രമല്ല, ഈ ഒരു വീഡിയോയുടെ ഡയറക്ടർ ബ്രില്യൻസും പറയാതെ വയ്യ. നേരെ ലാലേട്ടൻ്റെ ബിഗ് ബി വാച്ചിലേക്ക്. സമയം 7 മണി. ആടാ മോനെ, തുടരും സിനിമയിൽ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു സീനിൽ ലാലേട്ടൻ കാലും പൊക്കി ചാടി വന്ന് മുന്നോട്ട് വന്ന് ചവിട്ടുന്ന ഒരു സീനുണ്ട്. ഞാൻ അന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു സീനാണ്. അതുപോലെ ഇവിടെയും ഈ ഒരു സീൻ കണ്ടപ്പോൾ നല്ല വിളിച്ച് കേറി വാടാ വാടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കറുത്ത മുണ്ടിൽ സ്ലോ മോഷനിൽ വലത് കാല് പൊക്കി വലത് കൈ കൊണ്ട് മുണ്ട് പിടിച്ച് ആ ഷേപ്പിൽ വീണ്ടും ഒരു 7 അതങ്ങോട്ട് വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട്. എഡിറ്ററും കൊള്ളാം. പിന്നെ തീ പാറുന്നതിനിടയിൽ കലിപ്പ് ലുക്കിൽ ലാലേട്ടന്റെ മുഖം തെളിഞ്ഞു വന്നു. മുണ്ട് മടക്കി ചുരുട്ടിക്കുത്തി ആ ഒരു ചെരുവിന്റെ പൊന്നെ എന്നാ ലുക്കാണെന്ന് പറയും മനുഷ്യന്. വാടാ എന്ന് നീട്ടി വിളിച്ചത് നമ്മളെ പ്രേക്ഷകരെയാണോ അല്ലേ? അപ്പോൾ വരുന്നു ബിഗ് ബോസ് സീസൺ 7. ശരിക്കും ഇതുവരെ നമ്മൾ കണ്ടത് ലാലേട്ടന്റെ ഇൻട്രോ തന്നെയാണ്. ലാലേട്ടന്റെ ഇൻട്രോ ആണ്. ഇന്ന് എഗെയിൻ പറയുന്നു, ഇത് ലാലേട്ടന്റെ ഇൻട്രോ ആണ്. സോ ഇനി ഈ സീസണിന്റെ ഇൻട്രോ അത് ഈ കാണുന്ന ഈ ഒരു ചോപ്പ് നിറത്തിങ്ങനെ മിന്നി മിന്നി തിളങ്ങി നിൽക്കുന്നതാണ്. ഇനി ഈ പ്രമോ എത്ര വട്ടം നിങ്ങൾ കണ്ടു എന്ന് ശരിക്കും ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് എനിക്ക് കമന്റ് ആയിട്ട് തരണേ. ശരിക്കും ഞാൻ എത്ര വട്ടം കണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണാതെ പഠിച്ചു കേട്ടോ. പിന്നെ തുടരും സിനിമയിൽ നമ്മൾ കണ്ട ഒരു ലാലേട്ടൻ ഉണ്ട്. അത് മാത്രമല്ല, പഴയ ലാലേട്ടൻ സിനിമയുടെ ഒരു ഹീറോ പരിവേഷമുണ്ട്. അതുപോലെ ഇലുമിനാറ്റി, നമ്മൾ ബിഗ് ബോസിന്റെ ആ ഒരു കണ്ണ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇലുമിനാറ്റിയെ ഓർമ്മപ്പെടുത്തുന്ന ബിഗ് ബോസിന്റെ കണ്ണ്, അതിന് പറ്റിയ ഒരു ലാലേട്ടന്റെ ഒരു ഗംഭീര വരവ് തന്നെയാണിത്. അപ്പം 7ാം സീസൺ നിസാരമല്ല എന്ന് ഈ ഒരൊറ്റ വീഡിയോയിൽ, ഈ ഒരൊറ്റ പ്രൊമോയിൽ നമുക്ക് ഉറപ്പിക്കാം. ആകെ മൊത്തം രക്തം ചീന്തിയ ഒരു ചോപ്പ് നിറമാണ്. കഴിഞ്ഞ സീസണൊക്കെ പല അവസരത്തിൽ ലാലേട്ടൻ തന്നെ എയറിൽ കയറിയിട്ടുണ്ട്. ശരിക്കും ലാലേട്ടനെ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ലാലേട്ടനെ പലതവണ നമ്മൾ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസിലും ലാലേട്ടനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ നമ്മൾ പ്രേക്ഷകർ അപ്പോഴും നമ്മൾ പറയും, അയ്യേ ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന വിധം. അതായത് എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ലാലേട്ടൻ ഇങ്ങനെയാണോ ഇടപെടുന്നത്, അവരെയൊക്കെ നല്ലോണം പറപ്പിക്കുക എന്നൊക്കെ ആ ഒരു ഇതുണ്ട്. എടാ മോനെ എന്ന് വിളിച്ചു വരുന്ന ലാലേട്ടനും ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ. അപ്പോൾ അങ്ങനെ കണ്ട ആ ഒരു ലാലേട്ടൻ, കോട്ടിട്ട ലുക്കിൽ നമ്മൾ പണ്ട് കണ്ട ലാലേട്ടൻ, അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ചേരില്ല എന്ന് കണ്ടിട്ട് തന്നെയായിരിക്കും മുണ്ട് മടക്കി കുത്തിച്ചരിഞ്ഞ് ചാടി വരുന്ന ലാലേട്ടനെ നമ്മൾ ഇങ്ങനെ വാ പൊളിച്ച് കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇതുവരെ ഒരു സീസണിലും കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് അത് ഈ സീസണിലുണ്ട്, ഉറപ്പാണ്. അത് ഈ ഒരൊറ്റ പ്രൊമോയിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി കോട്ടില്ലാതെ ലാലേട്ടന്റെ സമാധാനത്തോടെയുള്ള ഒരു സംസാരമൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു സീസണാണ് നമ്മളിപ്പോൾ കണ്ടതല്ലേ. ഫസ്റ്റ് പ്രൊമോ ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷനും ഇല്ലാതെ ലാലേട്ടന്റെ ലുക്കും ഹൈലൈറ്റ് ആക്കി തന്ന ഒരു പ്രൊമോയാണ്. എന്നാൽ ലാലേട്ടൻ്റെ ആ ഒരു മോനെ വിളി, ചിരി, എന്താടാ എന്നൊക്കെയുള്ള ആ ഒരു നോട്ടം, അതൊക്കെ ഒന്ന് മാറി കണ്ണിലെ തീയും മീശ പിരിക്കലും ദേഷ്യത്തോടെയുള്ള കണ്ണ് തുറപ്പിച്ചുള്ള നോട്ടവും നമ്മൾ ഈ സീസൺ എന്തായാലും പൊട്ടിപ്പാറുന്ന കണക്ക് കണ്ടിരിക്കും. അതിന് മറ്റൊരു പ്രതീക്ഷ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു സീസണിലും കണ്ടിട്ടില്ലാത്ത പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ്. ഈ പ്രൊമോ വെറും സാമ്പിൾ മാത്രമാണ്. കാരണം ലാലേട്ടൻ്റെ ഈ ഒരു ഇൻട്രോയ്ക്ക് ശേഷം ഇനി ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും ഹിഡൻ ആയിട്ട്, ഡയറക്റ്റ്ലി ഒന്നും പറയാൻ പോകുന്നില്ല, ഹിഡൻ ആയിട്ട് കൊടുക്കുന്ന കുറച്ചേറെ പ്രൊമോകൾ ഇനി വരാൻ കിടക്കുകയാണ്. അതുപോലെ ഈ സീസൺ അത് ഈ ഒരു കലിപ്പിൽ തുടങ്ങി ഈ ഒരു എന്താ പറയുക, ഈ ഒരു ആവേശത്തിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ മത്സരാർത്ഥികളും അത്ര നിസ്സാരക്കാരാവില്ല. അതുപോലെ തന്നെ നമുക്ക് ബിഗ് ബോസ് ഒരു 100 ദിവസം അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ശരിക്കും
എനിക്ക് ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊമോ കണ്ടിട്ട് ഇതൊരു സിനിമ ഫീല്, അതായത് സിനിമ പ്രൊമോ ആണോ എന്ന് തോന്നുന്ന ഒരു ഫീല് കൊണ്ടുവന്നു. അതുപോലെ തുടരും സിനിമയുടെ ഒരു ബാക്കി പോലെ എനിക്ക് തോന്നി. ലൂസിഫറും എമ്പുരാനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തുടരും സിനിമയാണ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ബെൻസിനെ ശരിക്കും ലാലേട്ടൻ്റെ ആ ഒരു ലുക്ക് ഒരു രക്ഷയില്ല മക്കളെ. ഇനി എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, സീരിയൽ ഗ്രാൻഡ്മേ കാണുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും കൂടെ കൂടിക്കോ. ഒരു ടീം പിടുത്തവും ഇല്ല, ഒരു ഫാൻ ക്ലബും ഇല്ല, ഒരു ഫാൻ ഫൈറ്റും ഇല്ല. ബിക്കോസ് ഗ്രാൻഡ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഗ്രാൻഡ്മേ ഇവിടെ ഇരുന്ന് കഥ പറയുമ്പം, ഞാൻ ഗ്രാൻഡ്മയ്ക്ക് ഒപ്പം ഇരുന്ന് ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഫാൻ ഫൈറ്റും ഫീൽ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളും ഈ ചാനലിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ടാറ്റാ.